വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം മാറിയ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ടിലെ ഒന്നാമത്തെ അധ്യായം മാനവികത. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് മുന്നോട്ടുള്ള PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റോജർ ബേക്കണിൻ്റെ വാക്കുകളിലൂടെയാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ റോജർ ബേക്കൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാൻ ആവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും. ഈ ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഇതുപോലൊരു കോഴ്സ് തന്നിട്ട് ഇതാരാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ആരാണ്? റോജർ ബേക്കണാണ്. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണാണ് ഈ കാര്യം പറഞ്ഞത്. പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കുക, മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി നിലനിന്നിരുന്നത്. ഇപ്പോൾ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ അക്കാലത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. അപ്പോൾ ഈ ഫ്യൂഡലിസം നിലനിന്നിരുന്ന കാലത്ത് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ജീവിച്ചിരുന്നത്. അതിനൊക്കെ മാറ്റം വന്നത് റോജർ ബേക്കണെ പോലുള്ള ചിന്തകർ ഇതിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. 14ാം നൂറ്റാണ്ടോടുകൂടിയാണ് യൂറോപ്പിൽ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. ഈ മാറ്റത്തെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നവോത്ഥാനത്തിൻ്റെ ഉദയത്തിന് കാരണമായിട്ടുള്ള രണ്ട് സംസ്കാരങ്ങളാണ് ഗ്രക്കോ റോമൻ സംസ്കാരങ്ങൾ. അതായത് ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളാണ് മധ്യകാല യൂറോപ്പിൽ 14ാം നൂറ്റാണ്ടോടുകൂടി സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മാറ്റങ്ങൾ വരാൻ പ്രചോദനം നൽകിയത്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ഗ്രക്കോ റോമൻ സംസ്കാരങ്ങൾ അഥവാ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ. അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന സംസ്കാരം അതേതാണ്? അത് ഗ്രീക്ക് സംസ്കാരമാണ് കേട്ടോ. BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നത്. ഇനി അടുത്തത് ഇവിടെ ഓർമ്മിച്ചു വെക്കുക, BCE 7ാം നൂറ്റാണ്ട് മുതൽ കോമൺ ഇറ 5ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നത് റോമൻ സംസ്കാരമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അടുത്തതായി നമുക്കിവിടെ ആ മാറ്റങ്ങളുടെ സവിശേഷതകൾ പഠിക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാട്. അതിനെയാണ് മാനവികത എന്ന് പറയുന്നത്, ഹ്യൂമനിസം. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാട്, അത് മാനവികത എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നഗര ജീവിതത്തിൻ്റെ വളർച്ച, കച്ചവടത്തിൻ്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിത സമ്പദ്ഘടന, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കല, ശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളെല്ലാം കൂടുതൽ സംഭവിച്ചത് ഇറ്റലിയിലാണ്. ഇറ്റലി എന്ന് പറഞ്ഞാൽ റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിക്കും. നവോത്ഥാനം ആരംഭിച്ചത് അല്ലെങ്കിൽ ആവിർഭവിച്ചത് ഇറ്റലിയിലാണ്. ഇറ്റലി. അപ്പം നവോത്ഥാനം എന്ന് പേര് നൽകി ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിൻ്റെ, മാറ്റത്തിൻ്റെ കാലഘട്ടമായിരുന്നു നവോത്ഥാനം. അടുത്തത് റിനൈൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിക്കാം. പുനർജനി, റീബർത്ത് എന്നൊക്കെയാണ് റിനൈൻസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസിലൊരു ചോദ്യം തരുവാണെന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് ഇങ്ങനെ തരും, മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാനം. അങ്ങനെ ഒരു പ്രസ്താവന തന്നാൽ അത് ശരിയാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ പുനർജനി, അത് ഓർത്ത് വെക്കുക. ഇറ്റലിയിലാണ് ആവിർഭവിച്ചതെന്ന് ഓർത്ത് വെക്കുക. ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിച്ചത്? അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം, ഇറ്റലിയിലാണ് നഗരങ്ങൾ ആവിർഭവിച്ചത്. അപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള നഗരങ്ങളെ വെച്ച് നോക്കുമ്പം ഊർജ്ജസ്വലമായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള നഗരങ്ങളുടെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത് എവിടെയായിരുന്നു? ഇറ്റലിയിലായിരുന്നു. അതുതന്നെയാണ് നവോത്ഥാനം എന്ന ആശയത്തിന് ആക്കം കൂട്ടിയ ഒന്നാമത്തെ കാരണം.
ഓർമ്മിച്ചു വെക്കുക, ഇറ്റലിയിലെ നഗരങ്ങളുടെ പ്രത്യേകതകൾ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. പിന്നെ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ച് വ്യാപാരികൾക്ക് അറിവുണ്ടായിരുന്നു. അക്കൗണ്ടിങ്ങിന്റെ ആദ്യ നടപടിയായ ബുക്ക് കീപ്പിങ്ങിൽ കാര്യക്ഷമത ഉള്ളവരായിരുന്നു. വാണിജ്യത്തിലൂടെയും വ്യാപാരത്തിലൂടെയും അതിസമ്പന്നരായിട്ടുള്ള ജനങ്ങളായിരുന്നു ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഇറ്റലിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നഗരങ്ങൾ തന്നിട്ടുള്ളവയിൽ ഇറ്റലിയിലെ നഗരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുന്നവ ഏത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഓർമ്മിച്ചു വെക്കുക, മിലാൻ, പാർമ, ജനോവ, പിസ, ഫ്ലോറൻസ്, റോം, നേപ്പിൾസ്, വെനീസ്. ഈ നഗരങ്ങളൊക്കെ എവിടെയായിരുന്നു? ഇറ്റലിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇറ്റലിയിലെ ആദ്യകാല നഗരങ്ങൾ മിലാൻ, പാർമ, ബൊളോണ, ജനോവ, പിസ, ഫ്ലോറൻസ്, റോം, നേപ്പിൾസ്, വെനീസ് തുടങ്ങിയവയാണ്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയായ ബുക്ക് കീപ്പിംഗ് ആരംഭിച്ചത് എവിടെയാണ്? ഇറ്റലിയിലാണ്. അടുത്തതായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇറ്റാലിയൻ കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും നമ്മളോട് ചോദിക്കാം. ചിലപ്പോൾ ചേരുംപടി ചേർക്കാനായിരിക്കും ചോദിക്കുന്നത്. മെഡിജി എന്ന് പറയുന്ന കുടുംബം, ഇറ്റാലിയൻ കുടുംബം വളർന്നു വന്ന നഗരം ഫ്ലോറൻസ് ആണ്. മെഡിജി, ഫ്ലോറൻസ്. സ്ഫോർസ വളർന്നു വന്നത് മിലാനിലാണ്. ഫർണീസി, പാർമ. ഓർസീനി നേപ്പിൾസിലാണ്. വിസ്കോന്തി, മിലാന്. അപ്പോൾ ഇവിടെ ഓർമ്മിച്ചു വെക്കുക, മെഡിജി, ഫ്ലോറൻസ്, സ്ഫോർസ, മിലാൻ, ഫർണീസി, പാർമ, ഓർസീനി, നേപ്പിൾസ്, വിസ്കോന്തി, മിലാൻ. ഈ സമ്പന്ന വിഭാഗത്തിൻ്റെ വളർച്ചയോടുകൂടിയാണ് 11-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച, മതമേധാവിത്വമൊക്കെ സാധ്യമായത് കേട്ടോ. പിന്നെ ഇവർ രാഷ്ട്രീയ പങ്ക് ചോദിച്ചോടുകൂടിയാണ് എല്ലാത്തിനും ഒരു മാറ്റം വന്നു തുടങ്ങിയത്. ഇറ്റലിയിലെ ഇത്തരത്തിലുള്ള വലിയ നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായത് കുരിശുയുദ്ധങ്ങളാണ്. കുരിശുയുദ്ധം നടന്നത് CE 11-ാം നൂറ്റാണ്ട് മുതൽ കോമൺ ഇറ 13-ാം നൂറ്റാണ്ട് വരെയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കുരിശുയുദ്ധങ്ങൾ നടന്നതെന്ന് ചോദിച്ചാൽ, വളരെ വിശുദ്ധ നാടായിട്ടാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജെറുസലേമിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ജെറുസലേമിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടന്ന യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ. ഈ കുരിശുയുദ്ധങ്ങൾ കാരണമാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം നടന്നത്. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങളും അവിടുത്തെ നഗരങ്ങളും അവിടുത്തെ ജനജീവിതം തുടങ്ങിയവയുമായി അക്കാലത്ത് ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലാവുകയും ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയുടെ ആക്കം അല്ലെങ്കിൽ വേഗത കൂട്ടുകയും ചെയ്തു. ഇസ്ലാമിക രാജ്യം, ബൈസന്റൈൻ അഥവാ കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകാനും തുടങ്ങി. കാലക്രമേണ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ കുത്തകയായിട്ട് ഇറ്റാലിയൻ നഗരം മാറി. ആ ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടത്തിൻ്റെ നിയന്ത്രണം വരെ ഇറ്റലിക്കായിട്ട് മാറുകയാണ് ചെയ്തത്. അടുത്തതായി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് ബ്യൂബോണിക് പ്ലാഗ് ആണ്. പ്ലാഗ് രോഗത്തെയാണ് ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം എന്ന് അറിയപ്പെടുന്നത്. എലികളിലുള്ള ചെള്ളുകളാണ് ഈ പ്ലാഗ് രോഗം പരത്തിയത്. 1347-നും 1351-നും ഇടയിലാണ് ഈ ഒരു രോഗം അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള സ്ഥിതിയിലേക്ക് എത്തിയത്. ഈ പ്ലാഗും ഒരു തരത്തിൽ മാനവികതയുടെ ആവിർഭാവത്തിന് ആക്കം വെച്ച ഒരു ഘടകമാണ് കേട്ടോ. കാരണം ഇങ്ങനെ അസുഖങ്ങൾ വന്ന് അല്ലെങ്കിൽ പ്ലാഗ് പോലുള്ള അസുഖം വന്ന് ഒരുപാട് പേര് മരിച്ചപ്പോൾ അവർ മനുഷ്യൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതത്തിലെ അനിശ്ചിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വൈദ്യശാസ്ത്രത്തിലേക്കും അതുപോലെ പ്ലാഗിനെ കുറിച്ചുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരാൻ അക്കാലത്തെ മനുഷ്യരെ സഹായിച്ചത്. പൊതുവെ യൂറോപ്പിലാണ് നവോത്ഥാനം ആവിർഭവിച്ചതെന്ന് പറയുമ്പോഴും അതിനെ നിരാകരിക്കുന്ന ഒരുപാട് കൃതികളുണ്ട്. അത്തരം കൃതികളെക്കുറിച്ച് ഈ പാഠഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസിയാണ്. ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ജോർജ് ജെയിംസ് ആണ്. അടുത്തത് മാർട്ടിൻ ബർണൽ എഴുതിയ ബ്ലാക്ക് അദീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക്കൽ സിവിലൈസേഷൻ. എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മാർട്ടിൻ ബർണലാണ്. അപ്പോൾ ഈ ബുക്കുകളൊക്കെ ഏതിനെതിരെയാണ്? യൂറോപ്പിലാണ് നവോത്ഥാനം ആവിർഭവിച്ചത്. ആ ഒരു കോൺസെപ്റ്റിനെതിരെ ശബ്ദമുയർത്തിയ കൃതികളാണ് കേട്ടോ. പിന്നെ അക്കാലത്ത് സമ്പന്ന ആളുകൾ അവരുടെ ഇടവക ദേവാലയങ്ങളുണ്ടായിരുന്നു. ആ ദേവാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് പാരിഷ് എന്നാണ്. സമ്പന്നരായ ആളുകളുടെ ഇടവക ദേവാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് പാരിഷ്.
പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയത് 1453 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ യൂറോപ്പും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം, കരമാർഗത്തിലൂടെയുള്ള വാണിജ്യ ബന്ധം നിലയ്ക്കുകയും യൂറോപ്യന്മാർ പുതിയ വാണിജ്യപാത കണ്ടെത്തുന്നതിന് നിർബന്ധിതരാവുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് സമുദ്രപാത കണ്ടെത്തിയത്. കോൺസ്റ്റാന്റിനോപ്പിൾ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു. അവിടെ നിന്ന് ഗ്രക്കോ റോമൻ സാഹിത്യ കൃതികളുടെ ഒരുപാട് കയ്യെഴുത്ത് പ്രതികൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തുർക്കിയിൽ നിന്ന് എവിടേക്കാണ് എത്തിയത്? ഇറ്റലിയിലേക്ക്. അതും നവോത്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. അടുത്തതായി ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം, ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള തത്വശാസ്ത്രം, അത് സ്കോളാസ്റ്റിസിസമാണ്. സ്കോളാസ്റ്റിസിസം. ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഈ ഒരു തത്വശാസ്ത്രം പ്രാധാന്യം നൽകിയത്. ഇതിൽ നിന്ന് മാറി ചിന്തിച്ച് ഇഹലോകത്തിനും അതുപോലെ മനുഷ്യനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്, യുക്തിചിന്തക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത്. മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്കാണ് മാനവികവാദികൾ ഊന്നൽ നൽകിയത്. ദൈവീകമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനത്തെയാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത്. അടുത്തത് അരിസ്റ്റോട്ടിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബയോളജിയുടെ പിതാവ്, ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. പൊളിറ്റിക്സിൻ്റെ പിതാവാണ് അല്ലേ. അപ്പോൾ അരിസ്റ്റോട്ടിൽ ജീവിച്ചിരുന്നത് പ്രാചീന ഗ്രീസിലായിരുന്നു കേട്ടോ. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളെ ലാറ്റിന് അതുപോലെ പ്രാദേശിക ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്തു. അപ്പോൾ അത് ആളുകൾ കൂടുതൽ വായിക്കാൻ തുടങ്ങി. ഇതെല്ലാം എന്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്? നവോത്ഥാനത്തിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സാഹിത്യം, ശില്പകല ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ നവോത്ഥാനത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. നവോത്ഥാന കല, ആ ചിത്രരീതികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ നോക്കൂ. മധ്യകാല ചിത്രം അതുപോലെ നവോത്ഥാന കാലത്തെ ചിത്രം. അപ്പോൾ ഏറ്റവും കൂടുതൽ മാനുഷിക പരിഗണന നൽകിയിരുന്നൊരു ചിത്രം എന്ന് പറയുന്നത് നവോത്ഥാന കാലത്തെയാണല്ലേ. അപ്പോൾ നോക്കൂ, ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഫ്ലോറൻസ് ആയിരുന്നു കേട്ടോ. അടുത്തത് ഇവിടെ ഒരു ചോദ്യമുണ്ട്. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖല, അത് ചിത്രകലയായിരുന്നു. നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിപ്പിച്ച മേഖല ചിത്രകലയായിരുന്നു. ചിത്രകാരന്മാർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മമായും അവതരിപ്പിച്ചു. അതിന് സഹായിച്ചത് അനാട്ടമി അല്ലെങ്കിൽ ശരീരശാസ്ത്രത്തിൽ അവർക്കുണ്ടായിരുന്ന അറിവാണ്. നവോത്ഥാന കാലത്തെ ചിത്രകലയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതിലൊന്ന് ഭൂദൃശ്യങ്ങൾ, വർണ്ണങ്ങൾ കൊണ്ടും പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം മുതലായവയാണ്. നമ്മളോട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, തന്നിരിക്കുന്നവയിൽ നവോത്ഥാന ചിത്രകലയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? അങ്ങനൊരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. നവോത്ഥാന കാലത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള 2 ചിത്രങ്ങൾ, അത് വരച്ച ചിത്രകാരന്മാരുടെ പേരും തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് അഗണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രം വരച്ചത് ജിയോവനി ബെല്ലിനിയാണ് കേട്ടോ. അഗണി ഇൻ ദി ഗാർഡൻ എന്ന ചിത്രം വരച്ചത് ജിയോവനി ബെല്ലിനി. തിരിച്ചും ചോദ്യം വരാം. ഒലീവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുന്നു. ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നു. ഇതിനെ പ്രമേയമാക്കി ജിയോവനി ബെല്ലിനി വരച്ച ചിത്രം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? ആഗണി ഇൻ ദി ഗാർഡൻ, പൂന്തോട്ടത്തിലെ വേദന. അടുത്തത് നമ്മളോട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസെസ്കയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രം ഏതാണ്? ഡിപ്റ്റിക്കോ ഫെഡറിക്കോ ഡമോണ്ടെ ഫെൽട്രോ ബാറ്റിസ്റ്റ സ്ഫോർസ. ഡിപ്റ്റിക്കോ ഫെഡറിക്കോ ഡമോണ്ടെ ഫെൽട്രോ ബാറ്റിസ്റ്റ സ്ഫോർസ. ഗ്രക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായ ചിത്രം ജിയോട്ടോയുടെയാണ് കേട്ടോ. ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രക്കോ റോമൻ സ്വാധീനം ആദ്യം പ്രകടമായത്. ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധ ചിത്രങ്ങൾ. അന്ത്യ അത്താഴം, മൊണാലിസ. മൊണാലിസ, അന്ത്യ അത്താഴം വരച്ചതാരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. മൊണാലിസ അതുപോലെ അന്ത്യ അത്താഴം. ഇവിടുന്ന് ചോദ്യം ഇങ്ങനെയും വരാം. വർണ്ണം, നിഴൽ, പ്രകാശം എന്നിവ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ അതുല്യമായ കഴിവുള്ള നവോത്ഥാന ചിത്രകാരൻ ആരായിരുന്നു? ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചിയാണ്. നവോത്ഥാന കാലത്തെ വളരെ പ്രശസ്തമായ മറ്റൊരു ചിത്രമാണ് അന്ത്യവിധി. അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് മൈക്കൽ ആഞ്ചലോ ആണ്. മൈക്കൽ ആഞ്ചലോ. ഇവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ശക്തരും സുന്ദരരുമായ മനുഷ്യരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നവോത്ഥാന കാലത്തെ ചിത്രങ്ങൾ വരച്ച വ്യക്തി അതാരാണ്? മൈക്കൽ ആഞ്ചലോ.
അടുത്തതായി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി തൻ്റെ ചിത്രത്തിലൂടെ ചിത്രീകരിച്ച ചിത്രകാരൻ ആരാണ്? റാഫേലാണ്. റാഫേൽ, ടിഷ്യൻ തുടങ്ങിയവർ അക്കാലത്തെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരായിരുന്നു. അടുത്തതായി നമുക്കിവിടെ ഓർമ്മിച്ച് വെക്കേണ്ട 1-2 കാര്യങ്ങൾ. ലോക നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്കാണ് കേട്ടോ, പെട്രാർക്ക്. പിന്നെ അതുപോലെ തന്നെ ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേറുന്ന മനുഷ്യരൂപങ്ങളെ തന്മയത്വത്തോടെ ചിത്രീകരിച്ച ചിത്രകാരൻ മസാച്ചിയോ. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട കൃതികൾ: അന്ത്യ അത്താഴം മൊണാലിസ, ഡാവിഞ്ചി, അന്ത്യവിധി മൈക്കലാഞ്ചലോ, അഗണി ഇൻ ദി ഗാർഡൻ ജിയോവനി ബെല്ലിനി. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ശില്പകലയെക്കുറിച്ചാണ്. അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. ഈ വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്